സാർ, കഴിഞ്ഞ 7-ാം തീയതി ഹമാസ് നടത്തിയ ആക്രമണത്തിൽ അന്ന് ഇവർക്ക് ആയുധങ്ങളൊക്കെ കൊടുത്ത് ഇറാൻ്റെ 2 കമാൻഡർമാരെ ഇപ്പോൾ തട്ടി എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ഏതാണ്ട് ഇറാനിൽ നിന്ന് 1000 കിലോമീറ്റർ അകലെ സഞ്ചരിക്കുമ്പോഴാണ് ഇവർക്ക് നേരെ ആക്രമണം നടത്തിയത്. എന്തായിരിക്കും അതിന് വിശദാംശം? അതായത് 2023 ഒക്ടോബർ 7 ആക്രമിച്ചത്. അതെ, ഇസ്രയേലിനെ ഹമാസ് ആക്രമിക്കുന്നത്. അന്ന് അതിനുള്ള പണം, പരിശീലനം ഒക്കെ കൊടുത്തത് ഈ IRGC ഉണ്ടല്ലോ, ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ്. ആ സേനയിൽ ഒരു പലസ്തീൻ വിഭാഗമുണ്ട്. ആ പലസ്തീൻ വിഭാഗം മേധാവി മുഹമ്മദ് സയ്യിദ് ഇസാദി, ഈ പലസ്തീൻ വിഭാഗം മേധാവിയെ കഴിഞ്ഞ ദിവസം ഇസ്രയേൽ ആക്രമിച്ച് കൊന്നുകളഞ്ഞു. പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ IRGCയിൽ തന്നെ ഈ വിദേശ കാര്യങ്ങൾ നോക്കുന്ന സേന, ഖുദ്സ് ഫോഴ്സ്, അതിൻ്റെ വെപ്പൺസ് ട്രാൻസ്ഫർ യൂണിറ്റ് മേധാവി, ആയുധങ്ങൾ കൈമാറുന്ന വിഭാഗത്തിലെ മേധാവി ബഹ്നാം ഷഹരിയാർ, അയാളെ കൊന്നു. പശ്ചിമ ഇറാനിൽ കാറിൽ പോകുമ്പോഴാണ് ഈ ഷഹരിയാരിയെ കൊന്നത്. അപ്പോൾ ഇറാനിൽ ഈ കൗണ്ടർ ടെററിസം, ഈ വക കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഈ സയ്യിദ് ഇസാദി എന്ന് പറഞ്ഞ ആള്. അയാളാണ് ഒക്ടോബർ 7 ഹമാസിന്റെ ആക്രമണം ആസൂത്രണം ചെയ്തത് എന്ന് ഇസ്രയേലിന് വിവരമുണ്ട്. അപ്പോൾ ഖുദ്സ് ഫോഴ്സിലെ പലസ്തീൻ വിഭാഗം മേധാവി ആണ് അയാള്. അയാളെ ഖോമിൽ വെച്ച് തട്ടി എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. ഖോമിലാണ് ഈ ആണവ നിലയവും. അപ്പോൾ ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാട്സ് പറഞ്ഞിട്ടുണ്ട്, ഈ തട്ടിയ ശേഷം ഇയാളാണ് ഒക്ടോബർ 7 ആക്രമണത്തിന് ഫണ്ട് കൊടുത്തത്, ആയുധങ്ങൾ കൊടുത്തത്, പരിശീലനവും കൊടുത്തത്. ഖുദ്സ് ഫോഴ്സിലെ വിദേശ നടപടികൾ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്, അതിന് നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത് ഇസാദി ആണ്. ഖോമിലെ ഈ 4 നില അപ്പാർട്ട്മെൻറ്റിൽ ആക്രമണം നടത്തിയാണ് അയാളെ കൊന്നിരിക്കുന്നത്. അപ്പോൾ അത് സുരക്ഷിതമായൊരു വീടാണെന്നാണ് അയാൾ കരുതിയിരുന്നത്. ഖോമിൽ ഈ ഫോർദോ ആണവ നിലയൊക്കെ നിൽക്കുന്ന പ്രവിശ്യയാണ് ഈ ഖോം. അപ്പോൾ നീണ്ട കാലത്തെ ഇൻ്റലിജൻസ് ഈ തെരച്ചിലിൻ്റെ ഒടുവിലാണ് ഇയാളെ, ഇസാദിയെ, ഖോമിൽ കണ്ടെത്തി ഇപ്പം തട്ടിയിരിക്കുന്നത്. ഇയാളാണ് IRGCയും ഈ ഇറാൻ ഭരണകൂടത്തിലെ മുതിർന്ന കമാൻഡർമാരും ഒക്കെ ആയിട്ടുള്ള ഏകോപനം നിർവഹിച്ചുകൊണ്ടിരുന്നത് ഇയാളാണ്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടനിലക്കാരൻ അയാളായിരുന്നു. ലെബനനിലെ ഹമാസിനും ഇയാളാണ് സഹായങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഹമാസിൻ്റെ പട്ടാള വിഭാഗം നശിച്ചു കഴിഞ്ഞപ്പോൾ അത് വീണ്ടും പുനരുദ്ധരിച്ചെടുക്കണമല്ലോ, അതിൻ്റെ നടപടികളും ചെയ്തുകൊണ്ടിരുന്നത് ഇയാളാണ്. IRGC പറഞ്ഞിരിക്കുന്നത് അവരുടെ IRGCയിലെ 5 അംഗങ്ങൾ കൊറമാബയിൽ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. കൊറമാബ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അവർ ഇസാദിയുടെ പേര് ആ കൂട്ടത്തിൽ പറഞ്ഞില്ല. അപ്പോൾ ഇസാദി അല്ലാതെ വേറെയും 4 പേര് കൊല്ലപ്പെട്ടിരിക്കാം. അവർ പറഞ്ഞിട്ടുണ്ടല്ലോ 5 പേരെന്ന്, പേരൊന്നും പറഞ്ഞില്ല. ഖോമിലെ ഗവർണറും പറഞ്ഞിട്ടുണ്ട് 4 നില കെട്ടിടത്തിൽ ആക്രമണം ഇസ്രയേലിൻ്റെ ഉണ്ടായി, 2 പേര് കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞു. ആ രണ്ടാമൻ ആ ഷഹരിയാരിയാണ്. അപ്പോൾ IRGCയിൽ ഖുദ്സ് ഫോഴ്സിൻ്റെ വെപ്പൺസ് ട്രാൻസ്ഫർ യൂണിറ്റ് മേധാവി ബഹ്നാം ഷഹരിയാരി. അപ്പോൾ പക്ഷെ അയാൾ പശ്ചിമ ഇറാനിൽ കാറിൽ പോകുമ്പോഴാണ്, കാർ ആക്രമിച്ചാണ് കൊന്നത്. മറ്റേ ആള് അപ്പാർട്ട്മെൻറ്റ്, 4 നില അപ്പാർട്ട്മെൻറ്റ് ആക്രമിച്ചിട്ടാണ്. ലെബനനിൽ ഈ ഇസാദി ഒരു നഗൽ കഥാപാത്രം, ഷാഡോ ഫിഗർ ആയിരുന്നു എന്ന് റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട്. ഇസാദി ലെബനനിലൊക്കെ പോയിട്ട് രഹസ്യമായിട്ടാണ് ഓപ്പറേഷനുകൾ നടത്തിയിരുന്നത്, പരസ്യമായി രംഗത്ത് വന്നിരുന്നില്ല. അതാണ് നിഴൽ കഥാപാത്രം എന്ന് ഉദ്ദേശിക്കുന്നത്. കുറെ വർഷമായി അയാൾ ഇസ്രയേലിനെതിരെ പയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. 2015 പലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് സിറിയയിൽ നിന്ന് വടക്കൻ ഇസ്രയേലിലേക്ക് റോക്കറ്റ് വിക്ഷേപിച്ചിരുന്നു. അതൊക്കെ ഇയാളുടെ നേതൃത്വത്തിലാണെന്നാണ് പറയുന്നത്. ഹിസ്ബുല്ലയിലെ ഒരുപാട് കൊലപാതകങ്ങൾ,
ഇസ്രയേൽ നടത്തിയല്ലോ, അതിനെതിരായ റോക്കറ്റ് ആക്രമണമായിരുന്നു അത്. ഹമാസിനെയും ഹിസ്ബുല്ലേക്കും ഒന്നിച്ചു കൊണ്ടു നടന്നിരുന്നത് ഈ സാദിയാണ്. ഇറാനിൽ നിന്ന് ലെബനൻ വഴി ഹമാസിന് ഇയാൾ ആയുധങ്ങൾ കൊടുത്തിരുന്നു. ഇറാനിൽ നിന്ന് ലെബനൻ വഴി ഹമാസിന്. പിന്നെ വെസ്റ്റ് ബാങ്ക്, ഗാസ അവിടങ്ങളിൽ ട്രെയിനിങ് കൊടുത്തിരുന്നു ഈ 7-ാം തീയതിയിലെ ആക്രമണത്തിന് ഹമാസിന്. പിന്നെ ഹമാസും സിറിയയിൽ നിന്ന് പുറത്താക്കപ്പെട്ട അസദ് ഉണ്ടല്ലോ, അസദും തമ്മിൽ, ഹമാസും അസദും തമ്മിലുള്ള ബന്ധത്തിലും ഏകോപനം ഇയാളാണ് നിർവഹിച്ചു കൊണ്ടിരുന്നത്. ഇയാളെ 2019 അമേരിക്കയും ബ്രിട്ടനും ഉപരോധിച്ചിരുന്നു. ഇയാൾക്കെതിരെ ഉപരോധം പ്രഖ്യാപിച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ ഇയാളുടെ ബാങ്ക് അക്കൗണ്ടുകളൊക്കെ ഉണ്ടെങ്കിൽ മരവിപ്പിക്കുക, സ്വത്തുക്കൾ മരവിപ്പിക്കുക, ഇയാളുടെ തലയ്ക്ക് വിലയിടുക, വിവരം കൊടുത്തവർക്ക് സമ്മാനം കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ. ഈ കഴിഞ്ഞ ഏപ്രിലിൽ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാട്സ് പറഞ്ഞിരുന്നു, യാഹ്യ സിൻവർ, മുഹമ്മദ് ദെയ്ഫ് ഇവര് അവർക്ക് സഹായത്തിന് വേണ്ടിയിട്ട് ഖുദ്സ് ഫോഴ്സ് കമാൻഡർ ഇസ്മയിൽ ഖാനിക്ക് ഒരു കത്തയച്ചിരുന്നു. പണം ആവശ്യപ്പെട്ടും ഒക്ടോബർ 7 ആക്രമണത്തിന് മുമ്പ് അത് നിർവഹിക്കാനായിട്ട് $500 മില്യൺ തരണം എന്ന് പറഞ്ഞിട്ട് യാഹ്യ സിൻവറും മുഹമ്മദ് ദെയ്ഫും ഹമാസിൻ്റെ നേതാക്കൾ ഈ ഖുദ്സ് ഫോഴ്സിൻ്റെ IRGCയുടെ വിദേശകാര്യങ്ങൾ നോക്കുന്ന ഖുദ്സ് ഫോഴ്സിൻ്റെ കമാൻഡർ ഇസ്മയിൽ ഖാനിക്ക് ഒരു കത്തയച്ചിരുന്നു സഹായം ചോദിച്ച്. 500 മില്യൺ എന്ന് പറയുമ്പോൾ 4329 കോടി രൂപയാണ്. അപ്പോൾ ആ കത്ത് സ്വീകരിച്ചത് ഈ മുഹമ്മദ് സയ്യിദ് ഇസാദി ആയിരുന്നു. കാരണം അങ്ങേരാണല്ലോ ഈ ഹമാസിന് ഫണ്ട് കൊടുക്കുന്നതും വിദേശ ഓപ്പറേഷനും ഒക്കെ നോക്കുന്നത്. അപ്പം എന്നിട്ട് അയാൾ മറുപടി എഴുതിയിരുന്നു, ഞങ്ങളിപ്പോൾ ദാരിദ്ര്യത്തിലാണ് ഇറാനിൽ, എന്നാലും നിങ്ങളുടെ അതൊരു കാര്യമായ ആവശ്യമാണല്ലോ, അതുകൊണ്ട് ഞങ്ങളത് ചെയ്യാം എന്ന് പറഞ്ഞ് ഇയാൾ മറുപടി കൊടുത്തിരുന്നു എന്ന് റിപ്പോർട്ടുകൾ കാണുന്നുണ്ട്. അപ്പോൾ കൊല്ലപ്പെട്ടത്, ഇസ്രായേൽ കൊന്നിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കഥാപാത്രത്തിനെയാണ്, പ്രധാനപ്പെട്ട ഭീകര കഥാപാത്രത്തിനെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഈ ആക്രമണം ഇറാൻ്റെ ഒരു നട്ടലൊടിക്കുന്നതിന് തുല്യം കൂടിയല്ലേ? കാരണം ഇറാൻ ഇനി പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് അവരെ കൊണ്ടുവന്ന് എത്തിക്കില്ല. കാരണം പ്രധാനപ്പെട്ട 7 നേതാക്കളെ ആദ്യം തന്നെ തട്ടി, പിന്നീട് ഒന്നിനു പുറകെ ഒന്നായിട്ട് പിന്നെ പുതിയതായിട്ടൊരു കമാൻഡർ വന്നു, അയാളും തട്ടി, 4 ദിവസം കൊണ്ട് തട്ടി അല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ആക്രമണം ഇനിയും ഉണ്ടായാൽ ആ സൈന്യം IRG ഒക്കെ തകർന്നു പോകില്ല, ചിന്ന ഭിന്നമായി പോവല്ലേ ചെയ്യുന്നത്? അതാണ് IRGCയുടെ ഈ മനോവീര്യം, ആത്മവീര്യം എന്നൊക്കെ പറയുന്നതൊക്കെ ഇപ്പോൾ ഏതാണ്ട് നശിച്ചിട്ടുണ്ട്. കാരണം മരിക്കാൻ വേണ്ടിയാണ് ഇതിൻ്റെ അകത്തു നിന്ന് ശമ്പളം മേടിക്കുന്നതെന്നുള്ള തോന്നലല്ലേ ഓരോരുത്തർക്കുണ്ടല്ലേ? ഡെസർഷൻസ് അല്ലേ, ഇതിൽ നിന്ന് കൊഴിഞ്ഞു പോക്ക്. പട്ടാളക്കാർ കുറേ പേര് ഈ പാകിസ്ഥാൻ പട്ടാളത്തിൽ നിന്നും ഒരുപാട് പേര് പോകുന്നുണ്ടല്ലോ, പിന്നെ ഗതികേട് കൊണ്ട് ജീവിക്കുകയാണ്. പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ തല കൊയ്യും അല്ലേ, ഞങ്ങൾ ഈ സേനയിലില്ല, ഞങ്ങൾ യുദ്ധം ചെയ്യാനില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവരോട് പറയാം, നിങ്ങളുടെ നേതാക്കൾ തന്നെ, കമാൻഡർമാർ തന്നെ കൊല്ലപ്പെടുന്നുണ്ട്, പിന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്നാൽ എന്താണെന്നല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അങ്ങനെ ചോദിക്കുന്നതും ആത്മവീര്യം വളർത്തുന്ന നടപടിയായിരിക്കില്ലല്ലോ. അല്ല, നിങ്ങളുടെ ഓഫീസർമാർ തുരുതുര ബോംബ് വീണ്, ഇസ്രയേലിൻ്റെ ബോംബ് വീണ് ചത്തുപോകുന്നു, പിന്നെ നിങ്ങൾ എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ തലയിലും ബോംബ് വീഴുന്നല്ലേ അർത്ഥം. അതെ, മനോവീര്യം കെടുത്താനേ ഇതൊക്കെ ഉതകുള്ളൂ. ഇപ്പോൾ ആ മുതിർന്ന കമാൻഡർമാരൊക്കെ ഇറാൻ്റെത് ഇല്ലാതായി കഴിഞ്ഞു. ഹമാസിൻ്റെ മുതിർന്ന നേതാക്കൾ ഇല്ലാതായി, ഹിസ്ബുല്ലയുടെ മുതിർന്ന നേതാക്കൾ ഇല്ലാതായി. അവിടെ നസ്രള്ള, ഇവിടെ യാഹ്യ സിൻവർ അല്ലേ, യാഹ്യ സിൻവറിൻ്റെ സഹോദരൻ മുഹമ്മദ് സിൻവർ, അയാളും കൊല്ലപ്പെട്ടു അടുത്ത കാലത്ത്. അപ്പം ഈ നേതൃത്വ നിര മുഴുവൻ ഇല്ലാതാവുകയാണ്. പിന്നെ ഇത് എങ്ങനെ ആര് നയിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇസ്രയേൽ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇറാനിലെ പട്ടാളത്തിൻ്റെ അകത്തൊരു കലാപം ഉണ്ടാവും. അങ്ങനെ കലാപം ഉണ്ടാവുമ്പോൾ ആ കൂട്ടത്തിൽ നിന്നൊരാളെ കൊണ്ട് ഈ കാരണവരെ തട്ടാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ ഇസ്രയേൽ കൊന്നു മത ആചാര്യനെ എന്ന് പറയുമ്പോൾ കുറച്ച് ബാക്ക്ലാഷ് ഉണ്ടാവുമല്ലോ. പക്ഷെ ഇറാൻകാരൻ തന്നെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
വലിയ വിഷയമില്ല. ആ ഒരു കലാപം ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇസ്രയേലിനുള്ളത്. ഒന്നുകിൽ അവിടുത്തെ ജനങ്ങൾ അല്ലെങ്കിൽ പട്ടാളത്തിൽ തന്നെ കലാപം ഉണ്ടായിട്ട് അങ്ങനെയാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.